മനുഷ്യൻ ഇത്രമാത്രം വില കൽപ്പിക്കുന്ന മറ്റാരുമില്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും വില മനസ്സിലാക്കാതെ പോകുന്നവരാണ്. അതുകൊണ്ടാണ് മദ്യപിച്ച്, പുകവലിച്ച്, ലഹരി ഉപയോഗിച്ച് ഈ ജീവിതം പലപ്പോഴും നഷ്ടമാക്കി തീർക്കുന്നത്. ഈ ജീവിതം നഷ്ടമാക്കി തീർക്കാനുള്ളതല്ല. ഇത് സർവേശ്വരന്റെ സൃഷ്ടിയായ മനുഷ്യനാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ദൈവത്തിന്റെ കരുണയാലാണ്. നമുക്ക് ശ്വാസം നൽകിയ, ആഹാരം നൽകുന്ന, ആയുസ് നൽകുന്ന, ജീവൻ നൽകിയ ദൈവമാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ അനുവദിച്ചത്. അതുകൊണ്ട് പലപ്പോഴും മനുഷ്യന് അവന്റെ വില അറിയുകയില്ല. പലപ്പോഴും അവന്റെ വില അറിയാത്തത് കൊണ്ട് ഈ ജീവിതം പലപ്പോഴും നശിപ്പിച്ചു കളയുകയാണ്. മദ്യപിച്ച ആളുകൾ ജീവിതം നശിപ്പിക്കുകയാണ്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ക്രിസ്തുമസ് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുമസിന് കുടിച്ചു തീർത്ത കള്ളിന്റെ കണക്ക് പത്രത്തിൽ വന്നു. കോടികളുടെയാ കുടിച്ചു തീർത്തത്. ആരാ കുടിച്ചത്? വിദ്യാസമ്പന്നരായ, അറിവുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലെ ആളുകൾ മദ്യം കുടിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചു. അല്ലയോ പ്രിയപ്പെട്ടവരെ, മദ്യം ആരെയെങ്കിലും നന്നാക്കിയിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. മദ്യം എത്ര കുടുംബങ്ങളെയാ തകർത്തിട്ടുള്ളത്, എത്ര വ്യക്തി ജീവിതങ്ങളെയാ തകർത്തിട്ടുള്ളത്. മദ്യപിച്ച് ജീവിതത്തിൽ ലക്കില്ലാതെ ഭ്രാന്തരെ പോലെ ജീവിക്കുന്ന ധാരാളം ആളുകൾ, ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്ന, പുകവലിച്ച് മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് വിധേയപ്പെട്ട് മരണത്തിന് അടിമപ്പെടുന്ന ധാരാളം ആളുകൾ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതം വളരെ വിലപ്പെട്ട ജീവിതമാണ്. കേവലം മദ്യത്തിനോ, മയക്കുമരുന്നിനോ, ലഹരിക്കോ, പുകവലിക്കോ, വ്യഭിചാരത്തിനോ നശിപ്പിച്ചു കളയാനുള്ള ഒരു ജീവിതമല്ല. എന്താണെന്നറിയാമോ? താങ്കൾ അങ്ങനെ ചെയ്യുന്നത് താങ്കൾക്ക് ജീവിതത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ താങ്കളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം പറയുകയാണ്, സർവ്വലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവ് താങ്കളുടെ ഉള്ളിലുണ്ട്. സ്നേഹിത, താങ്കളുടെ ഉള്ളിൽ ദൈവം ഒരു വിലപ്പെട്ട ആത്മാവിനെ നൽകിയിട്ടുണ്ട്. വെറുതെ നശിപ്പിച്ച് കളയരുത്. അല്ലയോ സഹോദര, അല്ലയോ പ്രിയപ്പെട്ടവനെ, താങ്കളുടെ ജീവിതം വിലയില്ലാത്തതായി കളയരുത്. ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. ഒരായുസ് മാത്രമേ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. ഈ ജീവിതം അമ്മാനമാടി കളയരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട്, പാപത്തിന്റെ ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട് തകർത്ത് കളയാനുള്ള ജീവിതമല്ല. അതുകൊണ്ട് ദൈവം സൃഷ്ടിതാവാണ്. ദൈവത്തെ അറിയണം. ദൈവം സൃഷ്ടിതാവാണ്. ബൈബിളിലെ പഴയ നിയമം ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് മഹാശക്തിയുള്ള ഏക ദൈവമെന്നാണ്. ശക്തിമാനായ